ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാ സ്ഥലം എന്ന് മനസ്സിലായാലും ഇതൊരു വ്ളോഗാണ്. ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴയാണ്. സാധാരണ എല്ലാവരും കാണുന്ന വ്യൂവിൽ നിന്ന് വ്യത്യാസമായിട്ട് മലമ്പുഴ ഡാമിൽ കയറാതെ സൈഡിലെ ഒരു വഴിയിൽ കൂടി ഞങ്ങൾ കയറി. പുറത്തവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പതുക്കെ ആ ചുറ്റുപാടുള്ള പരിസരത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. അവിടെ ചെറിയ പാറക്കെട്ടുകളും കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നു വരികയാണ്. എനിക്ക് കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പതുക്കെ ഞാൻ ഇറങ്ങിയതാണ്. ബാക്ക് പെയിൻ ഉണ്ട്, ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നടക്കുമ്പോൾ ഒരു സപ്പോർട്ടറാണ് ഈ ബാഗ്, പുറകിലുള്ള ബാക്ക് പാക്കിനെ ദേഹത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് കൈയും കൊണ്ട്. കാണുമ്പം സ്റ്റൈലാണോ ഇതെന്താണെന്നൊക്കെ തോന്നും, പക്ഷെ സംഗതി എനിക്ക് ബാക്കിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു കനാലാണ്, വെള്ളമൊക്കെ പോകുന്ന ഒരു കനാലുണ്ട്. ഇതാണ് ആ സ്ഥലം. നല്ല വെള്ളം പോകുന്നത്. ഞാൻ ഈ ശബ്ദം നല്ല രസമുണ്ട്. വെള്ളം പോകുന്ന ശബ്ദം ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ റോപ്പേ പോകുന്നുണ്ട്. നല്ലപോലെ വെള്ളമുള്ള സമയമായിരുന്നു. മഴയൊക്കെ ചെറുതായിട്ട് പെയ്യും അങ്ങനൊരു സമയമായിരുന്നു. അതിൻ്റെ താഴെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. നടന്ന് മതിയായപ്പോൾ ഞാനവിടെ ഇരുന്നതാണ്. ഇരുന്ന് ഭംഗി ആസ്വദിക്കലുമായി അല്പം റെസ്റ്റുമായി അങ്ങനെ ഞാൻ അതിൻ്റെ ആ തൂണയിലെ തിട്ടയിൽ ഞാൻ ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റോപ്പേൻ്റെ മുകളിൽ കൂടെ ആൾക്കാരുടെ ഇപ്പോൾ വലിയ തിരക്ക് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞങ്ങളൊരു 10-11 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാകും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഡാമിലൊക്കെ നല്ലപോലെ വെള്ളം ഉള്ളതുകൊണ്ട് ഷട്ടറൊക്കെ തുറന്നിട്ട് വെള്ളമൊക്കെ വിടുന്നില്ല. അപ്പോൾ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെ ഷട്ടർ നിറഞ്ഞ് വിടുമ്പോഴാണ്. ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വിടുമ്പോൾ അത് കൃഷി ആവശ്യങ്ങൾക്കും കൂടെ കണക്കാക്കിയാണ് വെള്ളം വിടുക. ഈ വെള്ളത്തിൽ ധാരാളം മീനുകളൊക്കെ ഉണ്ട്. വലിയ വലിയ മീനുകളെയൊക്കെ കാണാമായിരുന്നു. പിന്നെ ഈ ഇടയിലൊക്കെ ആൾക്കാരിങ്ങനെ വേസ്റ്റ് ഇട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് വെള്ളം വന്ന് നിറയുമ്പോൾ അതൊക്കെ മാറിപ്പോവും. നല്ല വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയൊരു മഴ മൂടൽ പോലെയുണ്ട്. നല്ല വെയിലില്ലായിരുന്നു. ഇടയ്ക്കിങ്ങനെ വെയിൽ പോലെ ചെറുതായിട്ട് ബ്രൈറ്റായിട്ട് വരും, പിന്നെ അതൊരു മൂടിയ ഇതിലേക്ക് വരും. താഴെ ഞങ്ങൾ മലമ്പുഴ ഗാർഡനകത്തൂടെ വന്നിട്ട് ഈ ഡാമിൻ്റെ അരികിൽ വരികയാണ്. ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് വരുവാണ്. നല്ല രസമാണ്. നമ്മൾ അടുത്ത് നിന്ന വെള്ളം ഇങ്ങനെ ചാട്ടിലൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കും. നല്ലൊരു രസമാണ് അതൊക്കെ. അവിടെ ഇവിടെയായിട്ടൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ട്, കൂട്ടമായിട്ട് ഫാമിലിയായിട്ട് ചിലരൊക്കെ വന്നവരുണ്ട്, പെയേഴ്സായിട്ട് ഇരിക്കുന്നവരുണ്ട്, കപ്പിൾസ് ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഫ്രണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചു തരുന്നത്. നടക്കാനൊക്കെ പതുക്കെ തുടങ്ങിയതേ ഉള്ളൂ. ആഗ്രഹം കൊണ്ടങ്ങ് നടക്കുവാണ്. അപ്പോൾ വെള്ളത്തിന് നല്ല ഇരമ്പലുണ്ട്. വെള്ളം വീഴുന്ന ഭാഗത്ത് പോയി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ വെള്ളത്തിന് ഇങ്ങനെ ചാറ്റിൽ വളരെ ഫോഴ്സിൽ വീഴുന്ന നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്ന വഴിയിലൊക്കെ നടക്കുന്നതിന് വ്യത്യാസമായിട്ട് നടക്കാം എന്നോർത്തിട്ടാണ് അങ്ങനെ നടന്നത്. പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ഇതാണ് നമ്മൾ സാധാരണ കാണാറുള്ള മലമ്പുഴ. ഡാം പൊതുവെ ശാന്തമായിട്ടായിരുന്നു. ഒരു മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ശാന്തമായിരുന്നു. വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കെപ്പോഴും ഇങ്ങനെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ചിലർ ഇതിൻ്റെ അപ്പുറത്ത് അക്കരെ, ആ മലയുടെ അവിടെയൊക്കെ അക്കരെ കവ എന്നൊക്കെ പറയും. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നത്. പണ്ടൊക്കെ അതിലേ പോകാൻ റൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വള്ളത്തിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വള്ളത്തിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജീപ്പൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ സ്പെഷ്യൽ ബസ്സുകളൊക്കെ ഉണ്ട് അതിലേ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ താഴെ കൂടെയൊക്കെ നോടി നടന്നു. കുറേ നേരം ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു. ഇത് മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ മലമ്പുഴ ഗാർഡൻ്റെ. ഞങ്ങളങ്ങനെ കുറേ നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടു. ഡാമിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നടന്നു. കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അല്ലാതെ നമ്മളൊരു മൂടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റീഫ്രഷ് ആകണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്നത് നല്ലതാണ്. ഈ ഭംഗിയുള്ള വ്യൂ ഒക്കെ കാണുമ്പം നല്ല രസമാണ്. അങ്ങനെ ഇതിലെ കൂടെ കുറച്ച് നേരം അങ്ങനെ നടന്നു. നല്ല ചില്ലായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലാത്ത നമുക്ക് നമ്മുടെ സ്വസ്ഥതയ്ക്ക് നടക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാൻ വളരെ ശരിയാണ്. കുറച്ച് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആളില്ലാത്ത
ഏരിയയൊക്കെ കുറച്ചൊക്കെ നടന്നുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കും സൗകര്യമാണ് സുഖമായിട്ട് ഇടിയും തിരക്കൊന്നും ഇല്ലാതെ പോകാനും വീഡിയോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തിരക്കേറിയ സമയങ്ങളിൽ കുറച്ച് സമയങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊരു ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ.